പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ പ്രധാനമായും 4 സംഭവങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഒന്നാമതായി ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നത്, രണ്ടാമതായിട്ട് യേശു രോഗികളെ സുഖപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് കുഷ്ഠരോഗിയെയും തളർവാദ രോഗിയെയും സുഖപ്പെടുത്തുന്ന സംഭവം, മൂന്നാമതായിട്ട് യേശു ലേവിയെ വിളിക്കുന്ന സംഭവം, നാലാമതായിട്ട് യഹൂദർ തർക്കവുമായി യേശുവിന്റെ പക്കൽ വരുന്നത്, പ്രത്യേകിച്ച് ഉപവാസത്തെ സംബന്ധിച്ച തർക്കവുമായിട്ട് യേശുവിനെ സമീപിക്കുന്നത്. ഈ 4 സംഭവങ്ങളിൽ ആദ്യത്തേത് യേശു ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവം. 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. യേശുവിന്റെ പല പ്രവൃത്തികൾ ജനം കണ്ടു. അവൻ രോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവങ്ങൾ കണ്ടു. അവന്റെ പ്രശസ്തി ആ പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിൽ യേശു എവിടെല്ലാം പോയോ അവിടെല്ലാം അവന് ചുറ്റും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതായി നമ്മൾ കാണുന്നു. 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, അവർ യേശുവിന് ചുറ്റും കൂടിയത് ദൈവവചനം ശ്രവിക്കാൻ വേണ്ടിയാണ്. വചനം ശ്രവിക്കുവാനായി അവർ യേശുവിന് ചുറ്റും കൂടി. 1-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നു, അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. യേശു സിനഗോഗിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് ഗനേസരത്ത് തടാകത്തിന്റെ തീരത്തെത്തി. അവിടെ നിന്നപ്പോൾ ദൈവവചനം ശ്രവിക്കാനുള്ള ആഗ്രഹത്തോടെ ജനങ്ങൾ അവന് ചുറ്റും ഒരുമിച്ച് കൂടി. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു ശിമയോന്റെ വള്ളത്തിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ചുറ്റും ജനം തിങ്ങിക്കൂടിയത് കൊണ്ടാണ് യേശു വള്ളത്തിൽ കയറി ഇരുന്നിട്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ശിമയോന്റെ വള്ളം തെരഞ്ഞെടുത്തതിന് പ്രത്യേക പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. യേശു ശിമയോനെ അപ്പസ്തോലന്മാരിൽ പ്രധാനിയായി, സഭയുടെ തലവനായി നിയോഗിക്കാനിരിക്കുകയാണ്. സുവിശേഷത്തിലും അപ്പസ്തോല പ്രവർത്തനത്തിലും ലൂക്കാ പത്രോസിന്റെ പ്രഥമ സ്ഥാനം എടുത്തു കാട്ടുന്നുണ്ട്. യേശു പത്രോസിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പത്രോസ് കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കിയിട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇവിടെ പത്രോസിന്റെ മേല് കർത്താവ് എടുക്കുന്ന സ്വാതന്ത്ര്യവും പത്രോസ് കാണിക്കുന്ന വിധേയത്വവും ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം അവന്റെ വള്ളത്തിൽ കയറി ഇരുന്നിട്ട് വള്ളം കരയിൽ നിന്ന് അല്പം അകലേക്ക് നീക്കിയിടാൻ പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്തു. അവൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഈ വാചകത്തിന് വലിയ അന്തരാർത്ഥമുണ്ട്. മീൻ ഇവിടെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ. ആത്മാക്കളുടെ രക്ഷയ്ക്കായി സഭയിലൂടെ പത്രോസ് തന്നെ സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത, സഭയിലൂടെ മനുഷ്യകുലത്തിന്റെ മുഴുവൻ രക്ഷ, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കണം. അപ്പോൾ പത്രോസ് പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക. പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. കർത്താവിന്റെ ആ വാക്കുകൾ പത്രോസിനെ വല്ലാതെ സ്വാധീനിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ആഹ്വാനങ്ങൾക്ക്, അവിടുത്തെ വാക്കുകൾക്ക് വലിയ സ്വാധീനമാണ്. നമ്മൾ അറിയാതെ നമ്മൾ പ്രത്യുത്തരിച്ചു പോകും. കർത്താവ് പറഞ്ഞ വാക്കുകൾ അവനെ വല്ലാതെ സ്വാധീനിച്ചു. അവൻ അനുസരിക്കാതിരിക്കാൻ സാധിച്ചില്ല. അവൻ പറഞ്ഞു, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ
യേശുവിന്റെ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ. എങ്ങനെ അവനെ കർത്താവേ എന്ന് വിളിച്ചു പത്രോസ്? ദൈവാത്മാവിന്റെ പ്രേരണയാൽ. യേശുവിന്റെ വാക്കുകൾക്ക് വലിയ സ്വാധീന ശക്തിയുണ്ട്. നമ്മളിൽ ഈശ്വര അവബോധം ജനിപ്പിക്കാനും ദൈവ സാമീപ്യ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാനും ഒക്കെ കർത്താവിന്റെ സ്വരത്തിന്, അവന്റെ വചനത്തിന് അതുല്യ ശക്തിയുണ്ട്. അവന്റെ വചനത്തിന്റെ അതുല്യ ശക്തിയാണ് പത്രോസ് ഇപ്രകാരം പറയാനും പ്രതികരിക്കാനും കാരണം. യെശയ്യാ ദൈവമഹത്വം ദർശിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് സ്വയാവബോധവും ഉണ്ടാകും, ഈശ്വര അവബോധവും ഉണ്ടാകും. പത്രോസ് ഈ ഈശ്വര അവബോധത്തോടെയാണ് വിളിച്ചു പറയുന്നത്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കി. യേശുവിന്റെ വ്യക്തിത്വം പത്രോസിനെ എന്തുമാത്രം സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കുക. മത്സ്യത്തിന്റെ പെരുപ്പം കണ്ട് ബാക്കി എല്ലാവരും അത്ഭുതപ്പെട്ടു, ശിമയോനും അത്ഭുതപ്പെട്ടു. മാത്രമല്ല യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. ഇത് കണ്ടവരെല്ലാം വിസ്മയിച്ചു. അപ്പോൾ അവിടെ അരുളി ചെയ്തു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ആരൊക്കെയാണ് അവനെ അനുഗമിച്ചത്? പത്രോസ്, അവന്റെ സഹോദരൻ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 4 പേരാണ് ഇവിടെ ആദ്യ ശിഷ്യന്മാരായിട്ട് കാണുന്നത്. ആദ്യം പത്രോസ് ഗുരു എന്നാണ് വിളിച്ചത്. പക്ഷേ അവർക്ക് കിട്ടിയ മത്സ്യത്തിന്റെ പെരുപ്പം കണ്ടപ്പോൾ പത്രോസ് അറിയാതെ വിളിച്ചു പറഞ്ഞു പോവുകയാണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെ പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സെബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും. അവന്റെ വാക്ക് കേട്ട് വലയിറക്കിയപ്പോൾ സംഭവിച്ചത് കണ്ട് അവർ വിസ്മയഭരിതരായി. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. യേശു ആത്മാക്കളെ പിടിക്കുവാനായിട്ട് പത്രോസിനെ നിയോഗിക്കുകയാണ്. അതാണ് യേശു പറഞ്ഞത്, ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. സഭയുടെ തലവനായി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്കായിട്ട് പത്രോസിനെ നിയോഗിക്കുകയാണ്. യേശു ഇത് പറഞ്ഞത് കേട്ട് വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. അവരെന്ന് പറയുമ്പോൾ ഈ 4 പേരും അവനെ അനുഗമിച്ചു. യേശു ആദ്യ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന ഈ സംഭവത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ യഹൂദരുടെ രീതി അനുസരിച്ച് ഗുരുവിനെ തേടി ശിഷ്യന്മാർ പോകണം, ശിഷ്യന്മാർ പോയി തങ്ങളുടെ ഗുരുവിനെ കണ്ടെത്തണം. എന്നാൽ ഇവിടെ ഗുരു ശിഷ്യരെ തേടി വരികയാണ്. ഗുരു ശിഷ്യരെ തേടി വരുന്നതോ അവരുടെ ജീവിത സാഹചര്യങ്ങളില്, അവരുടെ തൊഴിൽ മേഖലകളില് ഗുരു ശിഷ്യരെ തേടിയെത്തുന്നു. വിളി ലഭിക്കുന്നവരുടെ പ്രത്യേകത ഓർക്കുക. കർത്താവിന്റെ പ്രത്യേക വിളിയാണ്, അവന്റെ തെരഞ്ഞെടുപ്പാണ്. അല്ലാതെ ശിഷ്യത്വം നമ്മൾ തെരഞ്ഞെടുക്കുന്നതല്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, യേശു വിളിച്ച ഉടനെ എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ശിഷ്യത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഗുരുവിന്റെ വിളി ശ്രവിക്കുക, ഗുരുവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവത്തിലേക്ക് വരിക, എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുക. നമുക്ക് രണ്ടാമത്തെ സംഭവത്തിലേക്ക്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലേക്ക് പോകാം. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം. ഈ 2 രോഗസൗഖ്യങ്ങളും യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന 2 അത്ഭുതങ്ങളായിരുന്നു. 12-ാം വാക്യം മുതൽ, പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. മാർക്കിന്റെ സുവിശേഷത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടത്. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി.
യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം ആരോടും പറയരുത്. യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈ കാര്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, യേശു കൈ നീട്ടി അവനെ തൊട്ടു. യേശുവിന്റെ ദിവ്യ സ്പർശനം. അവൻ കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് എന്താണ്? അവന്റെ വിശ്വാസവും ദൈവത്തിന്റെ ഇടപെടലും. യേശു കൽപ്പിച്ചതനുസരിച്ച് കുഷ്ഠരോഗി പുരോഹിതന് അവനെ തന്നെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്തു. യേശു ആരോടും പറയരുതെന്ന് പറഞ്ഞെങ്കിലും അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. അവൻ എത്രത്തോളം തടയാൻ ശ്രമിക്കുന്നോ അത്രത്തോളം അത് വ്യാപിക്കുന്നു. യേശുവിന്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേ ഉള്ളൂ. അവന്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ട് അനേകർ അവന്റെ പക്കലേക്ക് വരികയാണ്. പക്ഷെ യേശു അവിടെ നിന്ന് പിൻവാങ്ങി വിജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തില് യേശു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി എല്ലാ പ്രധാന സന്ദർഭങ്ങളിലും യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. യേശുവിന്റെ മാമോദീസായുടെ സമയത്ത് ലൂക്ക് മാത്രമേ പറയുന്നുള്ളൂ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ വന്നു. ഇവിടെ യേശു വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ഈ ശക്തിയെ കുറിച്ച് കേട്ടിട്ടാണ് പലപ്പോഴും ജനങ്ങൾ കർത്താവിന് ചുറ്റും കൂടുന്നത്. ഇവിടെ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമ അധ്യാപകരും അവിടെ വന്നുകൂടി. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിലെടുത്ത് കൊണ്ടുവന്നു. അവർ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ കിടക്കയോടെ യേശുവിന്റെ അടുക്കലേക്ക് ഇറക്കി കൊടുത്തു. അത്രത്തോളം ആൾക്കൂട്ടം അവന് ചുറ്റും. അതുകൊണ്ട് ഈ രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോഴാണ് പുര മുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പല രോഗങ്ങൾക്കും കാരണം പാപമാണെന്ന അന്നത്തെ ചിന്താഗതി. യേശു പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോ നിയമജ്ഞരും ഫരിസേയരും ചിന്തിച്ചു, ദൈവദൂഷണം പറയുന്ന ഇവൻ ആരാണ്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുക? ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയൂ. അവർ പറയുന്ന ശരിയാ, ദൈവം തന്നെയാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവര് മനസ്സിലാക്കുന്നില്ല. അതാണ് പ്രശ്നം. 22-ാം വാക്യം, അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? യേശു എല്ലാവരും കാണെ അവനോട് പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം എല്ലാവരും കാണെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവം ചെയ്ത ഈ വിസ്മയനീയ പ്രവൃത്തി കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. തളർവാദ രോഗി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ചുറ്റും നിന്നവരെല്ലാം വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം, യേശു പ്രവർത്തിച്ച പല കാര്യങ്ങളും ഇതെല്ലാം കണ്ടിട്ട് പറയുകയാണ്, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. 5-ാം അധ്യായത്തിലെ 3-ാമത്തെ സംഭവം, യേശു ലേവിയെ വിളിക്കുന്ന സംഭവം നമുക്ക് ശ്രവിക്കാം. 27 മുതലുള്ള വാക്യങ്ങൾ. അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു, ശിഷ്യന്മാര് യേശുവിനെ തേടി വരികയല്ലായിരുന്നു,
മറിച്ച് യേശു അവരുടെ തൊഴിൽ രംഗങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ, അവരുടെ അനുദിന ജീവിത സാഹചര്യങ്ങളില് ചെന്ന് കണ്ട് അവരെ നേരിട്ട് വിളിക്കുകയാണ്. ഇവിടെ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ലേവിയെ യേശു കണ്ടിട്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ യേശുവിന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവന്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ത്? യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ചുങ്കക്കാർ പാപികളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്, മീൻപിടുത്തക്കാരെ പോലെ അല്ല. കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് അവൻ പാപികളെയും രോഗികളെയും എല്ലാവരെയും ഉൾച്ചേർക്കുകയാണ്. യേശു ആരെയും മാറ്റി നിർത്തുന്നില്ല. പാപികൾക്കും യേശുവിന്റെ ശിഷ്യഗണത്തിൽ ചേരാം, പക്ഷേ അവനിലേക്ക് തിരിയണം എന്ന് മാത്രം. യേശു വന്നിരിക്കുന്നത് പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാൻ. 5-ാം അധ്യായത്തിൽ മറ്റൊരു സംഭവം കൂടെ പറയുന്നുണ്ട്, ഉപവാസത്തെ കുറിച്ചുള്ള തർക്കം. അവർ അവനോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യന്മാർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ഫരിസേയരുടെ നിയമജ്ഞരും അങ്ങനെ തന്നെ, എന്നാൽ നിന്റെ ശിഷ്യർ തിന്നുകുടിച്ചു നടക്കുന്നു. യേശു അവരോട് മറുപടി പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറ തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസം വരും, അപ്പോൾ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു, ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയതിനോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും, അതുപോലെ ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ തന്നെ വെക്കണം. യേശുവാകുന്ന മണവാളൻ പുതുവീഞ്ഞ് നൽകുന്ന മണവാളനാണ്. വൈൻ ഓഫ് ദ ന്യൂ ഈറ ഓഫ് സാൽവേഷൻ. ഈ പുതുവീഞ്ഞെന്ന് പറയുന്നേ വൈൻ ഓഫ് ദ ന്യൂ ഈറ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ നവയുഗത്തിന്റെ പുതുവീഞ്ഞ്. യേശു രക്ഷയുടെ നവയുഗത്തിന്റെ പുതുവീഞ്ഞ് നൽകുന്നവനാണ്. 5-ാം അധ്യായത്തിൽ യേശു ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവവും, രോഗികളെ സുഖപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് കുഷ്ഠരോഗിയെയും തളർവാദ രോഗിയെയും സുഖപ്പെടുത്തുന്ന സംഭവം, ലേവിയെ വിളിക്കുന്നതും, ഉപവാസത്തെ കുറിച്ചുള്ള തർക്കവും. യേശു ഇതുവഴി പറഞ്ഞു വെക്കുന്നത്, യേശു വന്നേക്കുന്നത് നമ്മെ കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവിക ശക്തി അനുഭവിച്ചറിയാനും രക്ഷയുടെ നവയുഗ പിറവിയിലേക്ക് നയിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തിന്റെ അതുല്യ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിച്ചറിയാൻ പരിശ്രമിക്കാം. യേശുവിലൂടെ സമാരംഭിച്ച രക്ഷയുടെ നവയുഗത്തിലേക്ക് പ്രവേശിക്കാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ.